ചികിത്സാ സഹായവും കിട്ടുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ്. അതുപോലെ ഇനിയിപ്പോൾ പുതുതായി വരാനിരിക്കേണ്ട ഈ മാസം വരാനിരിക്കുന്ന ഒരു പദ്ധതി നോർക്ക കെയർ. ലോകത്തെല്ലായിടത്തുമുള്ള മലയാളികളെ അവരുടെ കുടുംബങ്ങളെയും ഒന്നിച്ച് ഒരു ഇൻഷുറൻസ് പരിരക്ഷയുടെ കീഴിലേക്ക് വരുന്ന ഒരു സംവിധാനമാണ് നോർക്ക കെയർ. പുതുതായി തുടങ്ങാനിരിക്കുന്ന ഈ മാസം തുടങ്ങിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്. അതുപോലെ പ്രവാസികളായ ആളുകളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് രവി പിള്ള അക്കാദമി ആയി ചേർന്നുകൊണ്ട് ഇപ്പൊ തുടക്കമായിട്ടുണ്ട്. ജൂലൈ 15 അപേക്ഷ തുടങ്ങും. അപ്പൊ ഈ സമ്മേളനം കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രദേശത്ത് +2 മുതൽ നല്ല മാർക്ക് വാങ്ങിയിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റ് എടുത്ത് വെച്ചാൽ ഈ അപേക്ഷ കൊടുക്കാം. അതിന്റെ മാനദണ്ഡങ്ങളൊക്കെ ഈ ജൂലൈ 15 തുടക്കം വരിക. 40,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ ബിരുദാനന്ദ ബിരുദം വരെയുള്ള ആളുകൾ കൊടുക്കുന്ന സ്കോളർഷിപ്പിന്റെ പദ്ധതിയാണ് ഇപ്പോൾ ഈ ഇതിന്റെ ഭാഗമായിട്ട് വരാറുള്ളത്. അതുപോലെ വിദേശത്ത് വെച്ച് ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അവരുടെ ബോഡി നാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാരിന്റെ കീഴിൽ നടന്നു വരുന്നുണ്ട്. എയർപോർട്ട് വരെ കൊണ്ടുവരാനുള്ള വിധാനം. അതുപോലെ വിദേശത്ത് വെച്ച് മരണപ്പെട്ട രോഗിയായിട്ടോ നാട്ടിലേക്ക് എത്തുന്ന ആളുകളുടെ ബോഡിയോ അല്ലെങ്കിൽ ആളെയോ വീട്ടിലേക്കോ അവർ പറയുന്ന ഹോസ്പിറ്റലിലേക്കോ സൗജന്യമായിട്ട് എത്തിക്കാൻ ഉള്ള ആംബുലൻസ് സംവിധാനം കേരളത്തിലുണ്ട്. IMA ചേർന്നുള്ള കേരളത്തിലെ 4 എയർപോർട്ടുകളും അതിന് പുറമെ മംഗലാപുരം, കോയമ്പത്തൂർ എയർപോർട്ടുകൾ 6 എയർപോർട്ടുകൾ അത് മലയാളികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയുള്ള സംവിധാനമാണ്. നമ്മൾ പോരുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞാൽ വനിതകൾക്കായിട്ട് ഒരു NRI സെല്ല് പ്രവർത്തിക്കുന്നുണ്ട്. വിദേശത്ത് ജോലിയെടുക്കുന്ന വനിതകൾക്കുണ്ടാകുന്ന മാനസിക പ്രയാസം പോലെ ജോലി ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധികളെ വരെ തരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനമാണ്. കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിന്റെ കീഴിൽ വരും. അതുപോലെ NRI പോലീസ് എയ്ഡ്സ് വിസ തട്ടിപ്പ് പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഇടപെടാൻ പറ്റുന്ന രീതിയിൽ ഇപ്പൊ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ് എയ്ഡ്സ് സെല്ല്. അതുപോലെ പ്രവാസി ലീഗൽ സെല്ല്. പ്രവാസികൾക്ക് തന്റേതല്ലാത്ത കാരണങ്ങളാലും മറ്റുമൊക്കെ ഉണ്ടാകുന്ന വിദേശത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് സൗജന്യമായി നിയമസഹായം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് പ്രവാസി നിയമസഹായ സെൽ. 2 മലയാളി വക്കീൽമാരെ വീതം ഓരോ എംബസിയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാ രാജ്യത്തേക്കുമായിട്ടില്ല, ഗൾഫിലെ പല രാജ്യങ്ങളുമായി റിക്രൂട്ട്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നോർക്കയിൽ ബന്ധപ്പെട്ടാൽ നമുക്ക് സൗജന്യ സേവനം കിട്ടും. അതുപോലെ സ്വപ്ന സാഫല്യങ്ങളുടെ പദ്ധതിയുണ്ട്. വിദേശത്ത് വെച്ചിട്ട് തന്റേതല്ലാത്ത കാരണത്താലോ അല്ലെ ജയിലിനായി വരുന്ന ആളുകളോ അല്ലെങ്കിൽ ഔട്ട് പാസിന് വരുന്ന സമയത്ത് തിരിച്ചു പോരാൻ നിൽക്കുന്ന ആളുകളെയൊക്കെ സൗജന്യമായി നാട്ടിലെ എയർപോർട്ടുകളിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ഈ സ്വപ്ന സാഫല്യ എന്ന പദ്ധതി. അത് പ്രകാരം തന്നെയാണ് ഇപ്പോ ഇസ്രയേലിൽ നിന്ന് വന്ന മലയാളികളായ ആളുകളെ, വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളെ ഡൽഹി എയർപോർട്ടിലേക്ക് എത്തിച്ചപ്പോൾ അവിടുന്ന് കേരളത്തെ കൊണ്ടുവരാനുള്ള സംവിധാനം ചെയ്യുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. നിരന്തരം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പത്രങ്ങളിൽ ഉണ്ടായിരുന്ന പദ്ധതി 1 ലക്ഷം മുതൽ 1 കോടി വരെയുള്ള വലിയ പ്രൊജക്ടുകൾ നിങ്ങളുടെ കൂട്ടായ്മകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ലോൺ എല്ലാവിധ സബ്സിഡികളും അതിന്റെ ഭാഗമായിട്ട് സർക്കാർ നൽകി കൊടുക്കുന്നുണ്ട്. അതുപോലെ വനിതാ മിത്ര പ്രവാസികളായ വനിതകൾക്ക് അവരുടെ കൂട്ടായ്മകൾക്കോ കൊടുക്കുന്ന ലോണുകളോ ഇത്തരം സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സംരംഭത്തെ ക്ലാസ്സിലും സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. 2-ാം തീയതിയാണ് മലപ്പുറത്തെ ക്ലാസ്സിൽ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ക്യാമ്പ് ലോണുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളൊക്കെ ഇപ്പോൾ അടുത്ത് വരുന്നുണ്ട്. മഞ്ചേരി, തിരൂര് അടുത്ത് ഈ മാസം തന്നെ അതിന്റെ ക്യാമ്പുകൾ നടക്കാനിരിക്കുന്നു. അതുപോലെ പ്രവാസികൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പദ്ധതികൾ സർക്കാരിന്റെ കീഴിൽ വലിയ രീതിയിൽ നടന്നു വരുന്നുണ്ട്. അതിലൊന്നാണ് പ്രവാസി ചിട്ടി. വിദേശത്തുള്ള ആളുകൾക്കും അന്യ സംസ്ഥാനത്തുള്ള പ്രവാസികൾക്കും ചേരാൻ പറ്റുന്ന പദ്ധതികളാണ്. അതിൽ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ടും പണത്തിനൊക്കെ ആവശ്യം വന്നാൽ വീട്ടിൽ നിൽക്കുന്ന ആധാരം സ്വർണ്ണം വാങ്ങിക്കൊടുത്ത് ലോൺ എടുക്കുന്ന പതിവാണ്. അതിന് ബദലൊരു സംവിധാനം എന്നുള്ള രീതിയിലാണ് ഈ ചിട്ടി. 10 ലക്ഷം രൂപയുടെ കവറേജ് ഇതിനുണ്ട്. ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ ആ വീട്ടുകാർക്ക് അത് ബാധ്യത വരാത്ത രീതിയിലുള്ള സംവിധാനമുണ്ട്. അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ കിഫ്ബി ബോണ്ടായിട്ട് 8% പ്രതിമാസം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇത് ചേരുന്ന പ്രവാസികൾക്ക് അവരുടെ അംശാദായം, വിദേശത്ത് ഉള്ള ആളുകൾക്ക് അവരുടെ അംശാദായം, ക്ഷേമത അംശാദായം അടച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. കുടുംബങ്ങളിലേക്ക് ചികിത്സയ്ക്കും അതുപോലെ മരണാനന്തര പദ്ധതിയിലും അംഗമാകേണ്ടതില്ല, പ്രായപരിധിയില്ല. അതാണ് ഇതിന്റെ ഒരു ഗുണം. ഒരു അപേക്ഷ കൊടുത്താലാണ് കിട്ടുക മാത്രമാണ്. ഇത് മിനിമം 2 വർഷമെങ്കിലും വിദേശത്ത് നിന്ന് ആളുകളാണ് തിരിച്ചു വന്നിട്ട് ഈ പദ്ധതിക്ക് അപേക്ഷിക്കുക. ഒരു പ്രവാസിക്ക് ആ പ്രവാസിക്കോ അവരുടെ വീട്ടിലുള്ള മക്കൾക്കോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ രോഗം വന്നു കഴിഞ്ഞാൽ ഈ സാധന അപേക്ഷ വഴി അപേക്ഷിച്ചാൽ 50,000 രൂപ വരെ അവർ ആ പ്രവാസിയുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. 1.5 ലക്ഷം രൂപയ്ക്ക് കുറവുള്ള ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ആണ് ഇതിന് ബാധകമായിട്ട് വരിക. അതോടൊപ്പം മരണാനന്തര സഹായമായിട്ട് 1 ലക്ഷം രൂപ വരെ ഉണ്ട്.
ഒരു പ്രവാസി തിരിച്ചു വന്ന് പരമാവധി 10 വർഷത്തിനുള്ളിൽ മരണപ്പെട്ടാൽ, ആ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിലേക്ക് 1 ലക്ഷം രൂപ വരെ കിട്ടും. ഇത് നിങ്ങൾ ഓരോ വില്ലേജിനെ പറ്റി പരിശോധിച്ചാൽ, പ്രവർത്തിക്കുന്ന എല്ലാ വില്ലേജ് കമ്മിറ്റിയിലും ഈ 3 വർഷക്കാലം പരിശോധിച്ചാൽ 50 ലക്ഷം രൂപയുടെയെങ്കിലും സഹായം എത്തിയിട്ടുണ്ടാവും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ. അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആ സഹായം പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ യൂണിറ്റ് വില്ലേജ് കമ്മിറ്റിയൊക്കെ പരിശോധിക്കുമ്പോൾ ആ കമ്മിറ്റികളിൽ ഇനി ആരെങ്കിലും മരണപ്പെടാൻ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും രോഗം കാണും, ആ രീതിയിലായിട്ട് പ്രവർത്തനങ്ങൾ വരിക. അതോടൊപ്പം ക്ഷേമതി എല്ലാത്തിലേക്കും പോലെ സമയത്തോട് ഒരു മണി കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് ചുരുക്കി പോകും. ക്ഷേമതി എല്ലാവർക്കും അറിയാവുന്ന ഒരു ആനുകൂല്യമാണ്. ഈ ക്ഷേമതി 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ചേരാൻ കഴിയുക. 2 വർഷമെങ്കിലും പ്രവാസിയായി നിലവിലിരിക്കുകയോ അല്ലെങ്കിൽ തിരിച്ചു വരികയോ ചെയ്തിട്ടുള്ള ആളുകൾക്ക്, വിദേശത്ത് നിന്ന് ഉള്ള ആളുകൾക്കും അന്യ സംസ്ഥാനത്തുള്ള ആളുകൾക്കും ഇതിൽ പ്രവാസിയായിട്ട് ചേരാം. വിദേശത്ത് നിന്നുള്ള ആളുകളാണ് ചേരുന്നതെങ്കിൽ അവർക്ക് മാസം 350 രൂപ വെച്ചിട്ട് അടയ്ക്കണം. പെൻഷൻ കിട്ടുന്നവരെ അടയ്ക്കണം. അന്യ സംസ്ഥാനത്ത് നിന്ന് തിരിച്ചു വന്ന ആളുകളാണ് ചേരുന്നതെങ്കിൽ അവർ 200 രൂപ വെച്ച് അടയ്ക്കണം. ഇതിൽ പ്രവാസികളായ ആളുകളുടെ കുടുംബാംഗങ്ങൾ, ഭാര്യ അടക്കമുള്ള ആളുകൾക്ക് 2 വർഷത്തിൽ കൂടുതൽ വിദേശത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അവരെയും ഈ ക്ഷേമനിധിയുടെ ഭാഗമായിട്ട് അംഗങ്ങളാക്കാവുന്നതാണ്. ഇതിൽ ചേർന്ന് കഴിഞ്ഞിട്ട് ഒരു തവണയെങ്കിലും അടച്ചാൽ അടവ് തുടങ്ങണം. അടച്ചു കഴിഞ്ഞാൽ അവർക്ക് മരണാനന്തര സഹായമായിട്ട് വിദേശത്തു നിന്നുള്ള ആളുകൾക്ക് 350,000 രൂപയും, അതുവരെ അടച്ച സംഖ്യയും, തിരിച്ചു വന്ന പ്രവാസികൾക്ക് 30,000 രൂപയും, അന്യ സംസ്ഥാനത്തുള്ള ആളുകളുടെ മരണാനന്തര സഹായം 25,000 രൂപയും. അതിൽ 5 വർഷമെങ്കിലും തുടർച്ചയായി അടച്ചിട്ടാണ് ഒരു പ്രവാസി മരണപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിലേക്ക് ഒന്നെങ്കിൽ അവർക്ക് ആ കുടുംബ പെൻഷൻ വാങ്ങാം. ഇവർക്ക് കിട്ടാവുന്ന പെൻഷന്റെ പകുതി തുക കുടുംബ പെൻഷനായിട്ട് അവരുടെ ഭാര്യയുടെ മരണം വരെ വാങ്ങാം. അല്ലെങ്കിൽ ഈ അതുവരെ അടച്ച സംഖ്യയും 80,000 രൂപയും വാങ്ങാം. 3 വർഷമെങ്കിലും കൃത്യമായി അടച്ചു പോകുന്ന ഒരാൾക്ക് ഈ പെൻഷന് മുമ്പായിട്ട് 50,000 രൂപയുടെ ചികിത്സാ സഹായം വാങ്ങാൻ, 2 പെൺകുട്ടികൾ വാങ്ങിന് 10,000 രൂപയുടെ സഹായം, വനിതകളായ പ്രവാസികൾക്ക് 5,000 രൂപയുടെ പ്രസവ സഹായം, അംഗവൈകല്യമുള്ള ആളുകൾക്ക് കൃത്രിമ ഉപകരണങ്ങൾ വാങ്ങാൻ 10,000 രൂപയുടെ സഹായം. അതുപോലെ ഈ അടച്ചു വരുന്ന വഴിക്ക് ഏതെങ്കിലും രീതിയിൽ രോഗബാധ മറ്റോ അപകടമൊക്കെ സംബന്ധിച്ച് കിടപ്പിലാകുകയാണെങ്കിൽ അങ്ങനെ കിടക്കുന്ന ആളുകൾക്ക് ഒരു ആവശ്യത പെൻഷൻ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വെച്ച് അപേക്ഷ കൊടുത്താൽ നമുക്ക് കിട്ടേണ്ട പെൻഷന്റെ 40% നമ്മുടെ മരണം വരെ ഈ ആവശ്യത പെൻഷനായിട്ട് കിട്ടും. അതുപോലെ 55 വയസ്സ് വരെ ചെയ്യുന്ന ആളുകൾ 60 വയസ്സ് വരെ അടച്ചു കഴിഞ്ഞിട്ടാണ് അവർക്ക് പെൻഷൻ കിട്ടുക. 55 വയസ്സിന് ശേഷം ചെയ്യുന്ന ആളുകൾക്ക് 5 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞാൽ, അഥവാ 5 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞാലാണ് അവർക്ക് പെൻഷൻ കിട്ടാറുണ്ട്. ഈ പെൻഷൻ കിട്ടിയാൽ പെൻഷൻ കൂടുതലുള്ളതുകൊണ്ട് തന്നെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല. പെൻഷൻ മാത്രമായിട്ട് പെൻഷൻ കിട്ടുന്ന ആളുകൾ എല്ലാ വർഷവും മാർച്ച് മാസത്തിൽ അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് ഏപ്രിൽ മാസത്തിലുള്ള പെൻഷൻ കിട്ടുക. പെൻഷൻ കിട്ടുന്ന ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അവരുടെ ഭാര്യയ്ക്ക് അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പെൻഷന്റെ, അല്ലെങ്കിൽ അവരുടെ ഭർത്താവിന് അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പെൻഷന്റെ പകുതി തുക അവരുടെ മരണത്തിന് പെൻഷനായി കിട്ടും. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള ആനുകൂല്യം, കുറെ ആനുകൂല്യം ഉണ്ട്. അപ്പൊ ഈ എല്ലാം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതുപോലുള്ള നിരവധി ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കുന്നുണ്ട്. ഈ പ്രവാസി മിഷൻ പോലുള്ള പുതിയ പദ്ധതികൾ വരാനിരിക്കുന്നു. ഈ 1-2 മാസത്തിനുള്ളിൽ വരും. പ്രവാസി കോയിലൊക്കെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇപ്പൊ വരാനിരിക്കുന്ന പദ്ധതികളാണ്. അപ്പൊ ഇതൊക്കെ നടത്തണമെങ്കിൽ നിങ്ങളുടെ കമ്മിറ്റിയെ ഏറ്റവും ശക്തമായ ഒരു കമ്മിറ്റിയാക്കി മാറ്റണം. കഴിഞ്ഞ പൊന്നാനി ഏരിയ കമ്മിറ്റിയെ പരിശോധിച്ചാൽ കഴിഞ്ഞ 40 മാസത്തിനുള്ളിൽ 39 മാസത്തിനുള്ളിൽ ആകെ 24 കമ്മിറ്റികൾ അവിടെയാണ്. ഒരു സംഘടനാ പ്രവർത്തനത്തിന് ഈ സമ്മേളനത്തോടുകൂടി ആ ഒരു തീരുമാനം എടുത്തിട്ട് വേണം നിങ്ങൾ പോവേണ്ടത്. അപ്പൊ ഈ അടുത്ത ജില്ലാ സമ്മേളനത്തോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കും. അതുപോലെ ഈ ജില്ലാ കമ്മിറ്റി ആവിഷ്കരിച്ചുള്ള ഗർഷോ പദ്ധതി ഇവിടെ നടപ്പാക്കിയിട്ടില്ല, പല ഏരിയ കമ്മിറ്റിയിൽ നടപ്പാക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ചർച്ചയുടെ ഭാഗമായി വരികയും അത് നടപ്പാക്കാൻ ആവശ്യമായ ഇടപെടലുകൾ പുതിയ കമ്മിറ്റിക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചതായി അറിയിക്കുന്നു.